ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണ ലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തീർത്തും അത്ഭുതകരവും വിശ്വസനീയവുമായിട്ടുള്ള 21 കാര്യങ്ങളാണ്. ഒരുപക്ഷെ നിങ്ങളിൽ ഓരോരുത്തർക്കും ഗുരുവായൂർ ക്ഷേത്രത്തെ അടുത്തറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ചില കാര്യങ്ങളായിരിക്കാം ഇതിലൂടെ ഞാൻ പറയുന്നത്. പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ പൂർണ്ണമായും നിർമ്മിച്ചിട്ടുള്ളത്. ഗുരുവായൂർ ക്ഷേത്ര വിഗ്രഹത്തിന് 5000 വർഷത്തിലധികം പഴക്കമുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വസുദേവരും ദേവകിയും പൂജിച്ചിരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹമാണ് വായുവും ബൃഹസ്പതിയും ചേർന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. 2. മഹാവിഷ്ണുവിൻ്റെ രൂപമായ ഗുരുവായൂരപ്പനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. 3. സ്വയംഭൂ വിഗ്രഹം എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ വിഗ്രഹം പാതാളാഞ്ജന ശില എന്ന അത്യപൂർവമായ കല്ലിൽ നിർമ്മിച്ചതാണ്. 4. 60ഓളം ആനകളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ആന സങ്കേതമാണ് ഗുരുവായൂരിലെ ആനക്കോട്ട. 5. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദിവസവും 5 പൂജകളും 3 ശീവേലികളും അതുപോലെ തന്നെ 3 അലങ്കാരങ്ങളും 2 അഭിഷേകങ്ങളുമാണ് പ്രധാനമായും നടക്കാറുള്ളത്. 6. പുലർച്ചെ 3 മണിക്കാണ് ഈ ക്ഷേത്രത്തിൽ നട തുറപ്പു സമയം എന്ന് പറയുന്നത്. ആ സമയം മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് രചിച്ച നാരായണീയവും എഴുത്തച്ഛൻ രചിച്ച ഹരിനാമ കീർത്തനവും പൂന്താനം രചിച്ച ജ്ഞാനപ്പാനയും ഇവിടെ ഭഗവാനെ കേൾപ്പിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ ശംഖുനാദം കൊണ്ടും തകിലുകൊണ്ടും നാദസ്വരം കൊണ്ടും തീർത്തും എല്ലാവർക്കും ആനന്ദകരമാം വിധം അല്ലെങ്കിൽ എല്ലാ ഭക്തജനങ്ങളുടെയും മനസ്സിനെ കുളിർ കോരിയണിയിക്കുന്ന താളമേളങ്ങളോട് കൂടിയാണ് ഭഗവാന്റെ ഒരു ദിവസം തന്നെ ആരംഭിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടിയുള്ള ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. 7. മഹാഭാരതത്തിലെയും രാമായണത്തിലെയും ഹൈന്ദവ പുരാണങ്ങളിലൊക്കെ അടങ്ങിയിട്ടുള്ള വിവിധ കഥകളും രംഗങ്ങളുമൊക്കെ ചിത്രീകരിക്കുന്ന അതിമനോഹരമായ ചുമർ ചിത്രങ്ങളാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. 8. ക്ഷേത്രത്തിൽ 3 വിഗ്രഹങ്ങളാണുള്ളത്. പാതാളാഞ്ജന ശിലയിൽ തീർത്ത മൂലവിഗ്രഹവും സ്വർണത്തിലും വെള്ളിയിലും തീർത്ത മറ്റു 2 വിഗ്രഹങ്ങളും കൂടി ഇവിടുത്തെ പ്രത്യേകതയാണ്. ശീവേലിക്ക് എഴുന്നള്ളിക്കുവാൻ വെള്ളി വിഗ്രഹമാണ് ഉപയോഗിക്കാറുള്ളത്. സ്വർണ വിഗ്രഹം ഉത്സവകാലത്താണ് എഴുന്നള്ളിക്കാറുള്ളത്. 9. എല്ലാവർക്കും വളരെ പ്രസിദ്ധമായ ഒരു സംഭവ കഥയെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ആനയോട്ടം എന്ന പരിപാടി ഇവിടെ വർഷം തോറും നടക്കാറുള്ളത്. 10. കിഴക്കോട്ട് ദർശനമായാണ് ഭഗവാൻ ഇവിടെ നിലകൊള്ളുന്നത്. 11. ചതുർബാഹുവായ ഭഗവാന്റെ കയ്യിൽ സുദർശനവും ശംഖും താമരയും ഗദയും ഒക്കെ കയ്യിലേന്തി നിൽക്കുന്ന ഭഗവാനായാണ് സങ്കല്പം. 12. പ്രസിദ്ധമായ മഹാക്ഷേത്രങ്ങളുടെ കൂട്ടത്തിലാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രവും നിലകൊള്ളുന്നത്. തൃശ്ശൂർ ജില്ലയിലുള്ള തൃപ്രയാറപ്പൻ്റെയും മമ്മിയൂരപ്പൻ്റെയും കൊടുങ്ങല്ലൂരമ്മയുടെയും അടുത്തായിട്ടാണ് ഗുരുവായൂർ ക്ഷേത്രം നിലകൊള്ളുന്നത്. 13. ഗണപതി ശ്രീകോവിലിന് നേരെ മുന്നിലായി ഒരു ചെറിയ മുറിയിൽ സരസ്വതി സാന്നിധ്യം സങ്കല്പിച്ച് ആരാധിക്കപ്പെടുന്നു. 14. 3 ശീവേലിക്കും ആന എഴുന്നള്ളിപ്പുള്ള ഏക ക്ഷേത്രവും ഗുരുവായൂർ ക്ഷേത്രം തന്നെയാണ്. നിത്യവും നവകാഭിഷേകം നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഗുരുവായൂർ ക്ഷേത്രം. 15. വൈകുണ്ഠത്തിലെന്ന പോലെ തന്നെ ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ പൂർണ്ണ ശക്തിയോടെ ഇവിടെ വസിക്കുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം ഭൂലോക വൈകുണ്ഠം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 16. കലിയുഗത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഭക്തർക്ക് ആശ്വാസം ലഭിക്കുന്ന ഏക ക്ഷേത്രമായിരിക്കും ഗുരുവായൂർ ക്ഷേത്രമെന്ന് പരമശിവൻ പ്രഖ്യാപിച്ച ക്ഷേത്രവും ഇതുതന്നെയാണ്. 17.
ഇന്ത്യയിലെ തന്നെ തിരുമല തിരുപ്പതി വെങ്കിടേശ്വര ക്ഷേത്രം, പുരി ജഗന്നാഥ ക്ഷേത്രം, ബദരിനാഥ് മഹാവിഷ്ണു ക്ഷേത്രം എന്നിവ കഴിഞ്ഞാൽ ഏറ്റവും അധികം തിരക്കുള്ള വൈഷ്ണവ ദേവാലയവും അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിച്ചേരുന്ന ക്ഷേത്രവും ഗുരുവായൂർ ക്ഷേത്രം മാത്രമാണ്. 18. ക്ഷേത്രമതിലിനകത്ത് വടക്കുകിഴക്കായി ഇടത്തരികത്ത് കാണപ്പെടുന്ന ദുർഗാ ഭദ്രകാളി സങ്കല്പങ്ങളോട് കൂടിയ ഭഗവതി ക്ഷേത്രത്തിൻ്റെ സംരക്ഷണ മൂർത്തിയായി നിലകൊള്ളുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷ്ഠയും ഇവിടെ സവിശേഷ പ്രാധാന്യത്തോടു കൂടിയാണ് നിലനിൽക്കുന്നത്. 19. തുറക്ക അറയാണ് ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത. പേരുപോലെ തന്നെ ഒരിക്കലും തുറക്കാത്ത ഒരു രഹസ്യ അറയാണ് തുറക്ക അറ. തിടപ്പള്ളിക്ക് പടിഞ്ഞാറു ഭാഗത്തായിട്ടാണ് തുറക്ക അറ സ്ഥിതി ചെയ്യുന്നത്. നാഗങ്ങളാണ് ഈ നിലവറ കാക്കുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശിഷ്ട വസ്തുക്കളായിട്ടുള്ള മയിൽപ്പീലി പോലുള്ള അത്ഭുത വസ്തുക്കൾ ഇതിൽ ഉള്ളതായി വിശ്വസിക്കപ്പെടുന്നു. 20. ശ്രീകോവിലിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വരുണ സാന്നിധ്യം നിലനിൽക്കുന്ന മണിക്കിണറാണ് ഇവിടത്തെ അടുത്ത പ്രത്യേകത. കൊടിയ വേനലിലും പെരുമഴയിലും മരം കോച്ചുന്ന തണുപ്പിലും ഇവിടത്തെ കിണറിലെ ജലം തുല്യനിലയിൽ തന്നെ നിലനിൽക്കുന്നു. അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ചുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ സഹായിച്ച ഭഗവാനെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ, ഈ ഒരു അധ്യായം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഹരി ഓം.